കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന തികച്ചും നിരുത്തരവാദിത്തപരമായ സമീപനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദ് ചെയ്യുന്നതിൽ നാം കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർന്നു വരുന്ന നിരന്തര ആരോപണങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കാതെ കേന്ദ്ര സർക്കാർ വളരെ അലസമായി ഈ പരീക്ഷ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ അനന്തരഫലം നാം കാണുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ, വിവിധ വിദ്യാർത്ഥി സംഘടനകളുള്ള വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഇത്രയും വലിയ അഴിമതിക്ക് കാരണക്കാരനായ, അല്ലെങ്കിൽ ഈ ഒരു കെടുകാര്യസ്ഥിതിക്ക് കാരണക്കാരനായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ഉടനെ തന്നെ രാജിവെച്ച് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന ആവശ്യം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഈ പ്രതിഷേധ സംഗമത്തിലൂടെ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ NDA എന്ന ഏജൻസി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലതരത്തിൽ ഫെയിലിയറായി തെളിയിച്ചതാണ്. 2024 പരീക്ഷാ ക്രമക്കേടുകൾ നമ്മൾ കണ്ടു. 2024 തന്നെ UGC നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്ത് നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള നിരവധി കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ അടിയന്തരമായി പിരിച്ചുവിട്ടുകൊണ്ട് നീറ്റ് പരീക്ഷ അത് ഡീസെൻട്രലൈസ് ചെയ്യുകയും വികേന്ദ്രീകരിക്കുകയും സംസ്ഥാന തലത്തിൽ നടക്കുന്ന രീതിയിലേക്ക് അതിനെ പുനഃക്രമീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യം കൂടി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും അതുപോലെയുള്ള മറ്റ് സംഘടനകളും ഈ വേദിയിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മൊത്തം സിസ്റ്റം, കോച്ചിങ് ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള കോച്ചിങ് ഒരു വ്യവസായമായി മാറ്റുന്ന വിദ്യാഭ്യാസത്തെ ഒരു വ്യവസായമായി മാറ്റുന്ന തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ നയത്തെ പൊളിച്ചെഴുതണമെന്നും മൊത്തത്തിൽ ഇത് പുനഃപരിശോധന നടത്തി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ SAU പറയാനുള്ളത്. കഴിഞ്ഞ വർഷം 2024 ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ സുപ്രീം കോടതിയിൽ വരെ ഇടപെടലുകൾ നടത്തി, സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ഇടപെടലുകൾ നടത്തിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് പറയാനുള്ളത് NDA അടിയന്തരമായി പിരിച്ചുവിടുക, NDA ഡിസ്മാൻഡിൽ ചെയ്യുക, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, നീറ്റ് പരീക്ഷ വികേന്ദ്രീകരിക്കുക എന്നീ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് ഈ പ്രൊട്ടസ്റ്റിലൂടെ, ഈ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഈ ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്.